ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. ഞാൻ ഒരാഴ്ച മുമ്പേ ഒരു ബോളിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഒരു അരക്കപ്പ് ചവ്വരി കുതിർക്കാനിടാം. ഇതേപോലെ തിന്നായിട്ടുള്ള സേമിയാണ് ഞങ്ങൾ പായസത്തിന് എടുത്തേക്കുന്നത്. അതിനുശേഷം ഈ തിന്നായിട്ടുള്ള സേമിയ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിച്ചിടാം. തിന്നായിട്ടുള്ള സേമിയ എടുക്കുമ്പോൾ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് കുതിർത്ത് വച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി വെള്ളമില്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചവ്വരി നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വച്ചേക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമിയാണ്. എന്നാലും പായസത്തിന് കുറച്ചും കൂടി സ്വാദ് കിട്ടാനായിട്ട് ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയയും ചവ്വരിയും നന്നായി ഫ്രൈ ആയതിനു ശേഷം 2 ലിറ്റർ പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും സേമിയയും നന്നായി വെന്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ ആവും. അതിനുശേഷം മധുരത്തിനായി ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കുഞ്ഞു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കാഷ്യൂവും കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം അതിന് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ഗൈസ്.